ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴവും അരിപ്പൊടിയും കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലുണ്ടോ അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. നമുക്കിതിനകത്തേക്ക് കുറച്ച് നട്ട്സാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ അരമുറി തേങ്ങയാണ്, അത് രാവിയതാണ്, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല അരിയുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം ഷുഗറെല്ലാം നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴമില്ല, അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നല്ലപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ കപ്പ് അവിൽ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരിയുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പഴമൊക്കെ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കി എടുക്കും. അരിപ്പൊടിയും ചേർത്ത് നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ തണുക്കാൻ വെച്ച പഴത്തിൻ്റെ മിക്സ് നല്ല തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് നെയ്യ് തടവ് കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇത് നല്ല കറക്റ്റായ മധുരമാണ്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പഴവും ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആക്കി വെച്ച പഴത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല മൊരിഞ്ഞ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുക്കണം. വളരെ കുറച്ച് എണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നല്ല 2 പുറവും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതും കൂടെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അരിപ്പൊടിയും പഴവും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.